കുടിവെള്ളം പാഴാക്കുന്ന ക്രൂരത വിനോദമാക്കരുതെന്ന് റവറന്റ് ഫാദർ തോമസ് വാളുക്കാരൻ BDJS എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമരത്തെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജില്ലാ നേതാക്കളും പങ്കെടുത്തു. 3 മാസത്തിലേറെയായി പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിക്ക് സമീപം പൊട്ടിയൊഴുകുന്ന പൈപ്പ് ലൈൻ റിപ്പയർ ചെയ്യാത്തതിനാൽ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ദിവസവും പാഴായി പോകുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് BDJS എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പാലാരിവട്ടം ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടിയിട്ട് മാസങ്ങളായി അധികാരികളോട് പല രീതിയിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിട്ടും അവരൊന്നും അതിന് തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശുദ്ധീകരിച്ചെടുക്കുന്ന വെള്ളമാണ് ഇങ്ങനെ പാഴായി പോകുന്നത്. വെള്ളം പാഴായി പോയി കഴിഞ്ഞാൽ അത് അടുത്ത ദിവസം നമുക്ക് നികുതിയായി നമ്മളുടെ ഓരോരുത്തരുടെയും തലയിലേക്ക് വരും. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. കുടിവെള്ളം സ്വകാര്യവൽക്കരിക്കുവാനുള്ള വലിയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ളം അമൂല്യമാണെന്നും അത് പാഴാക്കുന്ന ക്രൂരത വിനോദമാക്കരുതെന്നും റവറന്റ് ഫാദർ തോമസ് വാളുക്കാരൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഒരു മനസാക്ഷിയുള്ള വ്യക്തിക്ക് കണ്ടുനിൽക്കാൻ സാധിക്കാത്ത വിധമാണ് മാസങ്ങളേറെയായിട്ടും ഒരു പരിഹാരമില്ലാതെ ഈ പറയുന്ന വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലും KSEBയുടെ ഓഫീസുകളിലും അധികാരികളുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തിയിട്ടും ഇതിലെ കടന്നുപോകുന്ന എല്ലാ വാഹനങ്ങളിലുള്ള ആളുകളും ഈ കാഴ്ച കണ്ടിട്ട് ഈ കുടിവെള്ളം വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടിട്ട് ഒരു പ്രതികരണവുമില്ലാതെ ഈ 3 മാസവും കടന്നുപോയത് ഞാൻ ഇവിടെ ഇരുന്ന് കാണുകയാണ്. ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. എനിക്ക് കിട്ടുന്ന ശുദ്ധവെള്ളം ഇവിടെ വേസ്റ്റായി പോവുകയും എന്റെ ആവശ്യത്തിനും മറ്റുള്ള ഇവിടെയുള്ള നാട്ടുകാരുടെ ആവശ്യത്തിനുമൊക്കെ ടാങ്കർ ലോറിയിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇതൊക്കെ ഓഫീസിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളം അമൂല്യമാണ്, കറണ്ട് അമൂല്യമാണ്, നഷ്ടപ്പെടുത്തരുത്. ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ? ഇത് കണ്ടിട്ടും കാണാതെ കടന്നു പോവുകയില്ല അവരൊക്കെ. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകുമാർ തട്ടാരത്ത് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ ധർണയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി PB സുജിത് സ്വാഗതം ആശംസിച്ചു. ജസ്റ്റിസ് കൃഷ്ണയ്യർ ഫൗണ്ടേഷൻ ജനകീയ പ്രതിരോധ സമിതി സംസ്ഥാന സമിതി അംഗം NR മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സമരത്തെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജില്ലാ ഉപാധ്യക്ഷൻ MA വാസു, മഹിളാ സേന സംസ്ഥാന സെക്രട്ടറി ബിന്ദു ഷാജി, ജില്ലാ അധ്യക്ഷ ബീന നന്ദകുമാർ, ജില്ലാ സെക്രട്ടറിമാരായ CK ദിലീപ്, വിജയൻ നെടുമ്പാശ്ശേരി, ഷാജി ഇരുമ്പനം, നാഥ്, മണ്ഡലം പ്രസിഡന്റുമാരായ VT ഹരിദാസ്, KK പീതാംബരൻ, വേണു നെടുവന്നൂർ, അഭിലാഷ് രാമൻകുട്ടി, ഉമേഷ് ഉല്ലാസ്, മഹിളാസേന ജില്ലാ ഭാരവാഹികളായ ലൈല സുകുമാരൻ, ലൗലി K ജിമ്മി എന്നിവർ സംസാരിച്ചു. ഇപ്പൊ ഇവിടെ തന്നെ ഏതാണ്ട് 2-3 മാസത്തോളമായി കുടിവെള്ളം ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം പാഴായി പോകുന്നത്. അപ്പൊ ഇത്തരം പാഴായി പോകുന്ന വെള്ളത്തിന് യാതൊരുവിധ കണക്കും അവര് സൂക്ഷിക്കുന്നില്ല. അപ്പൊ അത്തരത്തിൽ സർക്കാരിന്റെയും അതുമായി ബന്ധപ്പെട്ട സംവിധാനത്തിന്റെ കെടുകാര്യസ്ഥതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രസാദ്, AR ഗിരീഷ്, അനിൽകുമാർ പോണേക്കര, PK സുബ്രഹ്മണ്യൻ, ജെയ്സൺ കല്ലൂരാൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, എറണാകുളം. വികാരി ഫാദർ ജോസഫ് കരുമത്തി ഫാമിലി യൂണിറ്റ് വൈസ് ചെയർമാൻ ഡൊമിനിക് കാവുങ്കലിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. 2024 ഡിസംബർ 31 പാതിരാ കുർബാനയ്ക്ക് ശേഷമാണ് പുതുവത്സര സമ്മാനമായി ആലുവ സെന്റ് ഡൊമിനിക് ദേവാലയത്തിലെ ഇടവകക്കാർക്കായി ഇടവക ഡയറക്ടറി പ്രകാശനം ചെയ്തത്. വികാരി ഫാദർ ജോസഫ് കരുമത്തി ഇടവക ഫാമിലി യൂണിറ്റ് വൈസ് ചെയർമാൻ ഡൊമിനിക് കാവുങ്കലിന് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. മുൻപ് 2013 ഇടവകയിൽ ഡയറക്ടറി പ്രസിദ്ധീകരിച്ചത്. പ്രകാശന ചടങ്ങിൽ സഹവികാരി ഫാദർ അതുൽ മാളിയക്കൽ, ഇടവക ഡയറക്ടറി ജനറൽ കൺവീനർ ബേബി പുത്തൻപേടിക, കൺവീനർ ബേബി കൊല്ലമാം പറമ്പിൽ, കൈക്കാരന്മാരായ വിൻസെന്റ് തോട്ടത്തിൽ, ഫ്രാൻസിസ് തോമസ്, കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളായ വർഗീസ് കാച്ചപ്പള്ളി, രഞ്ജു ദേവസി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലുവ.